ഹലോ, അസ്സലാമു അലൈക്കും. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് നമ്മൾ ഉംറക്ക് പോവാണ് മക്കയിലേക്ക്. റമദാൻ 12 ഇന്ന്. അപ്പോൾ നമ്മൾ റമദാനിൽ എന്തായാലും ഉംറ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ നീട്ടി വെക്കാതെ പിന്നെ വേഗം പോയതാണ്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ടാക്സി കിട്ടിയിട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അപ്പുറത്ത് തന്നെ നമുക്ക് കിട്ടും. ടാക്സിക്കൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മളിവിടുന്ന് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉള്ളൂ ടൈം വരുന്നുള്ളൂ മക്കയിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തിട്ടോ. വലിയ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ന്യൂസ്കറിൻ്റെ ആപ്പിൽ ബുക്ക് ചെയ്തിരുന്നു ഉംറക്ക് വേണ്ടിയിട്ട്. നമ്മൾ 3 ആൾക്കാരുണ്ടായിരുന്നത്. രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. ഒരു ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ട് അങ്ങനെ. ഇതാണ് കേട്ടോ ഖുർആൻ്റെ ഒരു കവാടം വരുന്നത്. നമ്മൾ മക്ക ബോർഡർ കടന്നു. റോഡും ചെറിയ രീതിയിലൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ റമദാൻ ആയതുകൊണ്ട് എല്ലാവരും ഉംറക്ക് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് ദൂരെ നമ്മൾ ക്ലോക്ക് ടവറൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് ദൂരെ നിന്ന് തന്നെ കാണാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ മക്കയിലേക്ക് എത്തി. മസ്ജിദുൽ ഹറമിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ പിന്നെ ഈ ടാക്സികൾ ഇങ്ങനെ ഒരു സൈഡാക്കി നിർത്തി ആൾക്കാർ കിട്ടുന്നതനുസരിച്ചാണ് ഓല് പോവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയാണ്ട് നടക്കുക ചെയ്തത്. അങ്ങനെ നമ്മൾ ഹറമിലേക്ക് എത്തി. പിന്നെ നമ്മളിനി ഫ്രഷ് ആവണം, അതായത് ടോയ്ലറ്റിൽ പോയി പിന്നെ വുളുവൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അതിന് പോയി. ഞാൻ കുട്ടീനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വുളു എടുത്തെങ്ങാണ്ട് വന്നു. ഈ 79 ഗേറ്റിലൂടെ ഉണ്ട് നമ്മൾ ഉള്ളിലേക്ക് എപ്പോഴും പോകൽ. ഇതിലൂടെ ആകുമ്പോൾ നേരെ നമ്മൾ കഅബൻ്റെ മുന്നിലേക്ക് ചെന്നിറങ്ങും. മറ്റ് വഴി നമുക്കറിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇതിലൂടെ പോവൽ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഈ വാതിൽ കടന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഅബ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി കവറിലിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങണ ഭാഗമൊക്കെ കംപ്ലീറ്റ് പണി നടക്കേനു. അപ്പോൾ കുറച്ച് അപ്പുറത്ത് കൂടിയാണ് ഒരു വിട്ടീനത്. ഇപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇവിടെ ഫുൾ ടൈം പണി തന്നെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിട്ട്. അങ്ങനെ നമ്മൾ ഹറമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ മത്താഫൊക്കെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഉംറയൊക്കെ തുടങ്ങി കേട്ടോ. തവാഫ് ചെയ്യാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. മത്താഫ് കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു. റമദാനൊക്കെ ആയപ്പോൾ ഏകദേശം എല്ലാവരും ഉംറ ചെയ്യാൻ വന്നിരിക്കണ്. അങ്ങനെ നമ്മൾ തവാഫൊക്കെ കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചെങ്ങാണ്ട് പിന്നെ നമ്മൾ സൈക്ക് പോയി. ഇമ്പോഴും ഇപ്രാവശ്യം വലിയ കച്ചറൊന്നും ഉണ്ടാക്കിയില്ല. അടങ്ങി നിന്നീനു. അല്ലെങ്കിൽ സാധാരണ അവൾ കരയും, വാശി പിടിക്കും. ഇപ്രാവശ്യം ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് സായി ചെയ്യാൻ വേണ്ടി പോണത്, സഫ മർവൻ്റെ ഇടയിലേക്ക്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പോവാണ്.
ഇതാണ് കേട്ടോ സഫ. സഫയിൽ നിന്ന് മറുവയിലേക്ക് 7 നടത്താണ്. അപ്പോൾ നമ്മൾ സഴി തുടങ്ങി സഫയിൽ നിന്ന് മറുവയിലേക്ക് ഈ ഒരു പച്ച ലൈറ്റ് ഉണ്ടല്ലോ, അവിടെ ആണുങ്ങൾക്ക് ഓടൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു ഈ ഒരു ദിവസം ഉംറ ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. റമദാൻ 12 അങ്ങനെ നമ്മൾ സയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉംറയിൽ നിന്ന് വിട വാങ്ങി മുടിയൊക്കെ മുറിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ സുബയൊക്കെ നിസ്കരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായത് കാരണം റോഡൊക്കെ ബ്ലോക്കാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ച് റോഡിലൂടെ നടന്ന ഒരു അടിഭാഗത്തായിട്ടാണ് ഈ ടാക്സികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ടാക്സിയിൽ കയറിയിട്ട് പിന്നെ റൂമിലേക്ക് പോന്നു.